അതായത് ബിയോണ്ട് ദ സെൽഫ് എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മളെ ഉസ്താദുമാരെ തന്നെ ഷുവറല്ലേ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ള വീഡിയോ പൊന്നാനി ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ പ്രമേയമായ ബിയോണ്ട് ദി സെൽഫ്, ബിയോണ്ട് ദ സെൽഫ് മൈൻഡ് സ്വന്തത്തിനപ്പുറം എന്ന ആശയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നതാണ്. അനസ് അമാനി പുഷ്പഗിരിയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. വീഡിയോയിലെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയാണ്. 1. അദക്കിയയുടെ പ്രാധാന്യം. പ്രശസ്ത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ ഹിദായത്തുൽ അദക്കിയ ഇലാ ത്വരീഖിൽ ഔലിയ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രമേയം രൂപീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തം റളിയാനല്ലാഹ് ലഭിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യമെന്നും അതിലേക്കുള്ള മാർഗങ്ങളാണ് ഈ ഗ്രന്ഥം വിവരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 2. അള്ളാഹുവിലേക്കുള്ള വഴികൾ. എല്ലാവർക്കും ഒരേപോലെയുള്ള ഇബാദത്തുകൾ, ആരാധനകൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്നാൽ അള്ളാഹുവിലേക്കെത്താൻ പല വഴികളുണ്ടെന്ന് വീഡിയോ വ്യക്തമാക്കുന്നു. പ്രധാനമായും 4 വഴികളെക്കുറിച്ച് ഇതിൽ പറയുന്നു. അധ്യാപനം, മറ്റുള്ളവർക്ക് ഇൽമ്, അറിവ് പകർന്നു നൽകുകയും സ്വഭാവം സംസ്കരിക്കുകയും ചെയ്യുക. ആരാധനകൾ, നിസ്കാരം, നോമ്പ്, ദിക്ർ തുടങ്ങിയവയിൽ അതീവ ശ്രദ്ധ ചെലുത്തുക. സേവനം, പണ്ഡിതന്മാരെയും ദീനീ പ്രസ്ഥാനങ്ങളെയും സഹായിക്കുക. സാമൂഹിക പ്രതിബദ്ധത, സ്വന്തം ജോലികളിൽ നിന്ന് ലഭിക്കുന്ന മിച്ചം കൊണ്ട് പാവപ്പെട്ടവരെയും അനാഥരെയും സഹായിക്കുക. 3. ആത്മീയതയും കർമ്മവും. ഇസ്ലാം കേവലം സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കലല്ല, മറിച്ച് സമൂഹത്തിന് ഉപകാരപ്പെടുന്നവ ചെയ്യുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. നമ്മുടെ ഉലമാക്കളും പണ്ഡിതന്മാർ, മുൻകാല മഹത്തുക്കളും രാത്രികളിൽ ദീർഘനേരം ഇബാദത്തുകളിൽ മുഴുകിയ അതേസമയം പകൽ മുഴുവൻ പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്കും സമൂഹ സേവനത്തിനുമായി ജീവിച്ചവരായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 4. ബിയോണ്ട് ദ സെൽഫ്, സ്വന്തത്തിനപ്പുറം. നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്ന അഹംഭാവത്തെ നഫ്സ് ഇല്ലാതാക്കി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം. യർമൂക്ക് യുദ്ധത്തിലെ സ്വഹാബികളുടെ ഉദാഹരണം ഇതിനായി അദ്ദേഹം ഉദ്ധരിക്കുന്നു. മരണക്കിടക്കയിലും തനിക്ക് ലഭിച്ച വെള്ളം തൊട്ടടുത്തുള്ള സഹോദരന് നൽകാൻ വിട്ടുകൊടുത്ത് ദാഹത്തോടെ മരിച്ച സ്വഹാബികളുടെ ത്യാഗപൂർണമായ ജീവിതമാണ് ഇതിന് ഏറ്റവും വലിയ മാതൃക. ചുരുക്കത്തിൽ, സ്വന്തം സുഖസൗകര്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കുമപ്പുറം സമൂഹത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും നന്മയ്ക്കായി അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു ആത്മീയ ജീവിത ശൈലിയെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. നഫ്സിന്റെ മതിൽ കെട്ടിൽ ഞാൻ അലഞ്ഞു, സത്യത്തിൻ വഴി തേടിയേറെ അലഞ്ഞു. ഖിദ്മത്തിൽ കണ്ടു ഞാൻ ആത്മശാന്തി, ഇബാദത്തിൽ പൂത്തു എന്റെ റൂഹ്. അകതാരിൽ നിറയുന്നു ദിവായിൻ നൂറ്.